എൻ്റെ പേര് രാജീവ്. ഞാനൊരു ക്യാമറമാനാണ്. ഞാൻ 2022 ഒരു സ്വാ ഡയമണ്ട്സിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വർക്ക് ചെയ്തിരുന്നു. അവർ ഒരു 24,679 വജ്രങ്ങളുള്ള ഒരു മോതിരം അവരുണ്ടാക്കുകയും അതവർ ഗിന്നസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഗിന്നസിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 20% മാത്രമേ അവർക്ക് പേപ്പർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ടെക്നിക്കൽ സൈഡായിട്ടാണ് ചെയ്തിരുന്നത്. ഗിന്നസിൻ്റെ വർക്ക് ചെയ്തപ്പോൾ ഗിന്നസ് ടീം ഇവിടെ വന്നില്ല. പക്ഷേ ഗിന്നസ് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ മോതിരത്തിലെ മുത്തുകൾ കൃത്യമായിട്ട് കറക്റ്റായിട്ട് ലൈറ്റ് ഫോക്കസ് ത്രൂ ഔട്ട് റെക്കോർഡിംഗ് ആയിരിക്കണം. ഏതാണ്ടൊരു 14 മണിക്കൂറോളം ത്രൂ ഔട്ട് റെക്കോർഡിങ്. ഞാൻ ഈവനിങ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വൈകുന്നേരം ഒരു 7 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിയോടുകൂടി ഒക്കെയാണ് ഇത് അവസാനിച്ചത്. ത്രൂ ഔട്ട് റെക്കോർഡിങ്, വെള്ളം കുടിച്ചില്ല, ആഹാരം കഴിച്ചില്ല, ത്രൂ ഔട്ട് റെക്കോർഡിങ് ഫുള്ള് ലൈവായിട്ട് അവരെ അവിടെ കാണിക്കണമായിരുന്നു. അപ്പോൾ നമുക്കത് നോർമലി ആ മോതിരം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഇതിൽ ഇത്രയും മുത്തുകളുള്ളത്. അത് നമ്മൾ ഷൂട്ട് ചെയ്ത് തന്നെ കാണിച്ചു കൊടുക്കണം. അത് മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചിട്ട് അത്രയും സൂം ചെയ്തിട്ട്, ഞാനത് അന്ന് യൂസ് ചെയ്തിരുന്ന ക്യാമറ FX7 ആണ് ക്യാമറ. പിന്നെ കണ്ടിന്യൂസ് റെക്കോർഡ് ആയതുകൊണ്ട് ഇടയ്ക്കൊരു ബ്രേക്ക് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ജനറേറ്റർ എടുത്തു, പിന്നെ ക്യാമറ ഓഫാകാൻ പാടില്ല. അപ്പോൾ അത്രയും ഡെഡിക്കേഷൻ വേണമായിരുന്നു ഈ വർക്കിന്. അപ്പോൾ അത്രയും ത്രൂ ഔട്ട് റെക്കോർഡിങ്ങും ലൈവും എല്ലാം അവർക്ക് കൃത്യമായിട്ട് ഒരു ഫോക്കസ് ഔട്ട് ആയാൽ ആ വർക്ക് പാളിപ്പോവും. അങ്ങനെയായിരുന്നു അവർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അവർ ഒരുപാട് ആൾക്കാരെ സമീപിച്ചിരുന്നു, ആരും ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ടില്ല. പക്ഷെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു എഗ്രിമെൻറ്റ്, ഇത് ഫെയിലായാൽ ഞാൻ നല്ലൊരു എമൗണ്ട് അങ്ങോട്ടേക്ക് കൊടുക്കണം. അത് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. തിരിച്ച് ഞാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു എമൗണ്ട് വേണം എന്നുള്ളത്. ആ എമൗണ്ട് അവർ തന്നു. പക്ഷേ എന്തോ ഭാഗ്യം, ഈശ്വരാനുഗ്രഹം, എല്ലാവരും പ്രാർത്ഥന എല്ലാം വെച്ചിട്ട് എനിക്കത് സക്സസ് ആയി. 2022 കഴിഞ്ഞ വർക്കാണ്. അവർക്കന്ന് ഗിന്നസിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ ഒഫീഷ്യലി സെപ്പറേറ്റ് ക്യാമറമാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫസ്റ്റ്, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫസ്റ്റ് ക്യാമറ ഇങ്ങനെ ചെയ്യുന്നൊരു വ്യക്തി ഞാനായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അവർക്ക് എടുത്തു കൊടുക്കുന്ന പ്രിയ ജ്യേഷ്ഠനായിട്ടുള്ള വിനയേട്ടനാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. വിനയേട്ടനാണ് എനിക്ക് ഇത് ഗിന്നസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത അടക്കം എനിക്ക് ഗിന്നസിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നത് തന്നെ വിനയേട്ടനാണ്. ഉണ്ടപ്പക്രൂവിനൊക്കെ ഗിന്നസ് സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുത്തത്. ഗിന്നസിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് തരാമെന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ എൻ്റെ പ്രോസസ്സിങ് ടൈം എടുക്കുന്നതുകൊണ്ട് കുറച്ച് കാലതാമസം വന്നു. അപ്പം ഇന്നലെ അത് കിട്ടി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിലും വലിയൊരു അംഗീകാരം എനിക്ക് കിട്ടാൻ വഴിയില്ല.